ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൽഫാസ് ഫ്ലേവേഴ്സ്. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ഡെസേർട്ട് ഐറ്റമായിട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ഗുലാബ് ജാമുൻ. ഞാനിവിടെ ഫ്രം ദ സ്ക്രാച്ച് മിൽക്ക് പൗഡർ കൊണ്ട് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്ന മെത്തേഡാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. മറക്കാതെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മിൽക്ക് പൗഡറാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്സ് ഓഫ് മിൽക്ക് പൗഡറാണ്. 2 കപ്സ്, എൻ്റെ കപ്പിൻ്റെ അളവ് 240 ml ആണ്. അതിൻ്റെ 2 കപ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ബട്ടർ ഓർ ഗീ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഞാനിവിടെ ഗീ ആണ് യൂസ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് ഈ ഗീയും മിൽക്ക് പൗഡറും കൂടി ഒന്ന് മിക്സ് ചെയ്ത്, ഈ ഗീ കാണാതെ ആവും, നമുക്ക് ഈ പൗഡർ മാത്രമായിട്ടേ കാണുള്ളൂ. ആ ഒരു ടെക്സ്ചറായിട്ട് വേണം നമുക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഗീയും മിൽക്ക് പൗഡറും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് റവ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 ടേബിൾ സ്പൂൺ റവയാണ്. പക്ഷേ ഇത് ഡയറക്റ്റ്ലി അങ്ങനെ ആ മിക്സ്ചറിലോട്ട് ഇടാൻ പാടില്ല. നമ്മളൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് റവ ഒന്ന് സോക്ക് ചെയ്ത് 10 മിനിറ്റ്സ് വെച്ച ശേഷം മാത്രമാണ് നമ്മൾ മറ്റേ മിക്സ്ചേഴ്സിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ച റവ ഇട്ട് കൊടുക്കാം. റവ ഇട്ട ഉടനെ അതിൻ്റെ കൂടെ യോജിച്ച് കിട്ടില്ല. കുറച്ച് നമ്മൾ ക്ഷമയോടെ റവ നന്നായിട്ട് പൊടിച്ച് ഈ മിക്സറിൻ്റെ കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് മാവായിട്ട് കുഴച്ചെടുക്കാൻ പാകത്തിലുള്ള പാൽ ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിക്കരുത്, പാൽ വേണം ഒഴിക്കാൻ. പക്ഷേ പാൽ ഒഴിക്കുമ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 12 ടേബിൾ സ്പൂൺ മിൽക്കാണ്. പക്ഷേ നമ്മളെല്ലാം എടുത്ത പാൽ മുഴുവൻ ഒറ്റയടിക്ക് നമ്മൾ ഒഴിക്കരുത്. ഗ്രാജുവലി വേണം ആഡ് ചെയ്യാൻ, ഓരോ ടീസ്പൂണായിട്ട്. അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ ഒഴിച്ച പോലെ കുറച്ച് ഒഴിച്ച് ഒന്ന് മിക്സാക്കി ആ പാകം നോക്കിയിട്ട് വേണം നമ്മൾ വീണ്ടും പാൽ ചേർക്കാൻ. നമ്മൾ പാൽ ഒഴിച്ച് കൊടുത്ത ശേഷം ഇത് യോജിപ്പിച്ചെടുക്കുമ്പോൾ ഒരുപാട് പ്രഷർ കൊടുക്കരുത്. വളരെ സ്ലോലി വേണം ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാൻ. അപ്പോൾ നമ്മുടെ ജാമുൻ ഉണ്ടാക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് പ്രഷർ യൂസ് ചെയ്തിട്ടില്ല, ഞാൻ ലൈറ്റായിട്ടാണ് ഇത് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി ഒരു 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ 10 മിനിറ്റ്സ് കഴിഞ്ഞു. നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ ഇതിനെ ബോളാക്കി സ്മോൾ ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ബോളാക്കുമ്പോൾ കയ്യിൽ കുറച്ച് നെയ്യ് തടവാം. അതാകുമ്പോൾ നമ്മുടെ കയ്യിലത് ഒട്ടിപ്പിടിക്കില്ല, വളരെ സ്മൂത്തായിട്ട് നമുക്ക് ബോളാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വലുപ്പം വേണ്ടത് അത്രയും വലുപ്പം വെച്ച് നമുക്ക് ബോളാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിൽ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. ഒരുപാട് ഹൈ ഫ്ലെയിം വെക്കരുത്, എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വേണം ജാമുൻസ് ഫ്രൈ ചെയ്തെടുക്കാൻ. കാരണം ഹൈ ഫ്ലെയിം ആകുമ്പോൾ പുറം മാത്രം കരിയും, ഉള്ളിൽ വെന്ത് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ക്രൗഡഡ് ആയിട്ട് ജാമുൻസ് ഇട്ട് കൊടുക്കരുത്. അത്യാവശ്യം സ്പേസ് ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മുടെ ജാമുൻസ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കോരി മാറ്റി വെക്കാം. ഈ ചൂടുള്ള ജാമുൻസ് നേരെ എടുത്ത് ഹോട്ട് സിറപ്പിൽ, അതായത് ഷുഗർ സിറപ്പിൽ ഇടരുത്. ഇതൊന്ന് ചൂടാറി, ഒരുപാട് ചൂടാറണ്ട, ഇതൊന്ന് ആറി ഒരു ലൈറ്റ് ചൂടുള്ള ടൈമിലാണ് നമ്മൾ ഷുഗർ സിറപ്പിലോട്ട് ഇത് ഇട്ടാൻ കൊടുക്കാൻ പോകുന്നത്. ഡയറക്റ്റ്ലി ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും, അതിൻ്റെ ടെക്സ്ചറും മാറും. അപ്പോൾ നമ്മുടെ ജാമുൻസ് റെഡിയായി. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു പോട്ടിലോട്ട് ഞാൻ 2 കപ്സ് ഓഫ് ഷുഗർ ഇടുന്നുണ്ട്. ഇപ്പോൾ കത്തിക്കരുത് കേട്ടോ, ഞാൻ കത്തിച്ചിട്ടില്ല, ഞാൻ ഇവിടെ വെച്ച് ചെയ്യുന്നു മാത്രം. എത്ര കപ്പാണോ ഷുഗർ ഇടുന്നത് അതിൻ്റെ സെയിം കപ്പ് അളവായിരിക്കണം നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. അപ്പോൾ 2 കപ്സ് ഷുഗറിന് ഞാൻ 2 കപ്സ് വെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. ഇതിനോടൊപ്പം തന്നെ ഒരു 4-5 ഏലക്കായും ഒരു 2-3 ഡ്രോപ്സ് ലെമൺ ജ്യൂസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരു 15 to 20 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഷുഗർ സിറപ്പ് റെഡിയാവും. ഒരുപാട് ലിക്വിഡും ആയിരിക്കരുത്, ഒരുപാട് തിക്കും ആവരുത്, ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഒരു ഇളം ചൂടുള്ള ജാമുൻസ് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. ജാമുൻസ് ഇട്ട ഉടനെ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് കവർ ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻസ് റെഡിയായി. ഇനി നമുക്ക് ഒരു 2-3 അവേഴ്സ് കഴിഞ്ഞാൽ ഇത് സെർവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ജാമുൻസ് സെർവ് ചെയ്യാൻ റെഡിയായി. ഇത് വളരെ ടേസ്റ്റിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. ഭയങ്കര ടേസ്റ്റാണിത്, എല്ലാവരും ട്രൈ ചെയ്യണം. നമ്മൾ നോർമലി പുറത്തുനിന്ന് വാങ്ങിച്ച് ചെയ്യുന്ന മാവുണ്ടല്ലോ, ഗുലാബ് ജാമുൻ്റെ മിക്സ്, അതിനേക്കാളും ഇത് ടേസ്റ്റിയാണ്. നിങ്ങൾക്കത് കഴിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, ഇതെല്ലാവർക്കും ഇഷ്ടമാവും. എനിക്ക് ഷുവറാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എന്നെ ഫീഡ്ബാക്കും കൂടി അറിയിക്കണം.
അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് ഇനി കാണാം നെക്സ്റ്റ് വീഡിയോയിൽ. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ബ്ലെസ്ഡ്.